ഞെട്ടിക്കുന്നൊരു വാർത്ത എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ തന്നെ കേട്ട വേറെയൊന്നുമല്ല, ഈ ഭ്രൂണം ഉണ്ടല്ലോ, ഭ്രൂണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമല്ലായിരുന്നു. മലയാളികളാണ്, കൊടുങ്ങല്ലൂരാണ് സംഭവിച്ചിരിക്കുന്നത്. ഫ്രിഡ്ജിൽ ഭ്രൂണം, ഇത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടത്തിയെന്നാണ് പറയുന്നത്. ഏതായാലും ഫ്രിഡ്ജിൽ ഇങ്ങനെ നല്ല അച്ചാർ വരണിക്കകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക എന്നാണ് പറയുന്നത്. എടാ, എന്തൊരു മനുഷ്യന്മാരാണ് നമ്മൾ മലയാളികളിനല്ലേ, അതാ എനിക്കിപ്പോഴും സംശയമായിരുന്നു. അപ്പോൾ ഇത് ഇന്നലെ ഒരു വാർത്ത വന്നു. ആ ഒരു സ്ത്രീ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാസം തികയാതെ പ്രസവിച്ചു, അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ സ്ത്രീ പറഞ്ഞത് അവിടുന്ന്. പക്ഷെ അതങ്ങനെ കേട്ട് നമ്മളങ്ങ് വിശ്വസിക്കാൻ പാടില്ല. കാരണം നമ്മളൊരു പ്രശ്നം അതാണ്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് കേട്ടിട്ട് നല്ല തിരിച്ചു വരുവായിരുന്നു. വളരെ സൂക്ഷിക്കണമായിരുന്നു, വളരെ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ചിലപ്പോൾ കൂടുതൽ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ക്രിമിനലുകളായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരായ വഴിക്കൊന്നല്ല പോകുന്നത്. അതായത് ഭാര്യയും ഭർത്താവും കൂടി കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലേക്ക് മറ്റൊരുത്തിനെ വിളിപ്പിച്ചിട്ട് ചെയ്യുന്ന പരിപാടികളുണ്ട്. അങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാർ വരെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് നമ്പണ്ട. പലതരത്തിൽ മൃഗതുല്യരായി ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. പിന്നെ നമുക്കെല്ലാം അറിയാലോ, നമ്മളെ ഭഗത് സിംഗിനെ ഓർമ്മയില്ലേ? അതായത് ഭഗത് സിംഗിനെ ലൈല ചേച്ചീനെ ഓർമ്മയുണ്ടല്ലോ, മറ്റേ നരബലി കേസിലെ. ആ നരബലി കേസിലെ ലൈല ചേച്ചിയും ഭഗത് സിംഗും എന്താ ചെയ്തത്? മനുഷ്യൻ്റെ മാംസം വരെ അവർ അടിപൊളിയായിട്ട് തിന്നിരിക്കുന്നത്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ അതുപോലെയുള്ള വർഗ്ഗങ്ങളാണോ ഇവർ എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണം. അല്ലാതെ ഇവർ പറയുന്ന പോലെ അയ്യോ ഞങ്ങളിങ്ങനെ ചെയ്തു, അയ്യോ ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞ് കേട്ടിട്ട് നമ്മളിങ്ങോട്ട് വരുമല്ല വേണ്ടത്. അതാണ് പറയുന്നത്. കൃത്യമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ആഭിചാര ക്രിയകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കിതാ ഇന്ന ഭ്രൂണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തു തരാം എന്ന് പറയുന്നവരോ, ഇനി ഇതിന് വേറെ എന്തെങ്കിലുമായിട്ടുള്ള പരിപാടികൾ വിദേശത്തോ എവിടെയെങ്കിലുണ്ടോ, ഇനി അതിൻ്റെ കടത്ത് വല്ലതും ഉണ്ടോ, ഇതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ലോകത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് പോലും പിടികിട്ടൂല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോകളായ ടീമുകളാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഭ്രൂണമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊന്നുകിലും എന്ന് പറഞ്ഞാൽ ശരിയായ മാനസിക നിലയിലുള്ളവരല്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ എന്തോ അന്താരാഷ്ട്ര ലോബികളുണ്ട്. കാരണം ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു കച്ചവടം നടത്തുന്ന സംഭവങ്ങളുണ്ടോ, ഇതൊക്കെയാണ് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത്. അതൊക്കെ ഉണ്ടാകും, പറയാനൊന്നും കഴിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, മലയാളികൾ എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് ജീവിതം, ഫ്ലാറ്റുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ പലതും നടക്കുന്നുണ്ടാവും. ഇതൊന്നും ആരും കാണുന്നില്ലല്ലോ. അതല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പോൾ കൊച്ചിയിലെല്ലാം പറഞ്ഞാൽ വലിയ വലിയ ഫ്ലാറ്റുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ഞാൻ അധിക്ഷേപിച്ച് പറയലോ അല്ലെങ്കിൽ അങ്ങനെ മോശം പറയുന്നതല്ല. നല്ല രീതിയിൽ ജീവിക്കുന്നവരെ പോലും എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക്, മോശപ്പെട്ട കാര്യത്തിലേക്ക് പറഞ്ഞു വിടുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ചില ടീമുകളാണ്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റിൽ നടന്ന സംഭവമായതുകൊണ്ട് ആ ഫ്ലാറ്റിൽ എല്ലാവരും ഒന്നും അറിയില്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പണ്ടൊരു ഫ്ലാറ്റിൽ നടന്ന സംഭവം. അതാണ് പ്രസവിച്ച് കഴിഞ്ഞപ്പോഴേ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അതൊക്കെ എന്തോ ഒതുക്കി തീർത്ത വലിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ പുറകിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ വലിയ കേസുകളായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ അന്യ രാജ്യങ്ങളിലൊക്കെ കേട്ട കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലേക്ക് മൊത്തത്തിൽ ഇങ്ങനെ കുറ്റിയും പറിച്ച് വന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യങ്ങളാണ്. മയക്കുമരുന്നിനായാലും അല്ലെങ്കിൽ വാണിഭത്തിനായാലും പെണ്ണായാലും എന്തായിക്കഴിഞ്ഞാലും ഇപ്പോഴേ കേരളം എന്ന് പറഞ്ഞത് ഇവർക്കൊല്ലെന്ന് പറഞ്ഞ ഒരു സുവർണ ഇതുപോലെയാണ്. ആർക്കും ആരെയും ഭയമില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായി കഴിഞ്ഞാൽ ജയിലിലാണെങ്കിലും പോകാൻ പേടിയില്ല. ഗുണ്ടകളാണെങ്കിലും ഇറങ്ങി നടക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 50 or 60 കേസിലുള്ള പ്രതികളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു സ്ത്രീനെ കയറി പിടിച്ചതെന്ന് പറഞ്ഞാൽ 60 കേസിലാണ്, 50 കേസിലങ്ങറ്റ പ്രതിയാ പോലും. ഒരു 40 കേസും കൂടി ഉണ്ടെങ്കിൽ ഒരു 100 കേസിൻ്റെ ഒരു അവാർഡും കൂടി കൊടുക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീകളെയൊക്കെ കയറി പിടിക്കുന്ന അവന്മാരെ പിന്നീട് എന്ന് പറഞ്ഞാൽ എഴഞ്ഞിട്ട് മാത്രമേ ജീവിക്കാൻ വിടാതൂ. അതാണ് വേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറാ, ഒരാളും വീട്ടിലില്ലാത്ത സമയത്ത് അർദ്ധരാത്രി ഒരുത്തൻ റൂമിൽ കയറി വരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിച്ചതിന് ശേഷം അവരെ കൊല്ലാൻ വേണ്ടി നോക്കിയിട്ട് പിന്നീടെന്ന് പറഞ്ഞാൽ അവരുടെ സ്വർണ്ണങ്ങളെല്ലാം അഴിച്ചെടുക്കുന്നത്. കഷ്ടകാലത്തിനെന്ന് പറഞ്ഞാൽ അവനവിടെ ഉറങ്ങിപ്പോയി. അതാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇവരിപ്പോൾ പിടികൂടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്നു വിടുന്നത് കൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയത്തിൽ തന്നെയാണ്. സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു കേസ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ വെളിലോകം കാണണമെങ്കിൽ കുറേ നാൾ കഴിയും. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തകർത്തിട്ടായിരിക്കും വിടുക പിന്നീട്. ഇപ്പം അതല്ല, ഇപ്പം ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേസ് കഴിഞ്ഞ് വീണ്ടും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ
എന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സൗകര്യം, അല്ലെങ്കിൽ വേറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഗുണ്ടകൾ എന്ന് പറയുന്ന സാധനങ്ങൾ ഒരു പണിക്കും പോകത്തില്ല. ഈ ഒരു പണിക്കും പോകാത്തവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000-5000 രൂപയുടെ ഷൂ ഇടുന്ന്, അതുപോലെ തന്നെ വലിയ വലിയ വണ്ടികളിൽ സഞ്ചരിക്കുന്നു, പിന്നെ എന്ന് പറഞ്ഞാൽ വില കൂടിയ ഡ്രസ്സുകൾ ഇടുന്ന്, വില കൂടിയ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നു. ഇവരുടെ വീട് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ചെറ്റക്കുടിലായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ഇവർ കേടുന്ന ഈ പൈസ. ഇപ്പം 2 ദിവസം മുമ്പ് നമ്മൾ കേട്ടതാണ് ഇവരൊക്കെ ഗ്രൗണ്ട് സ്റ്റാഫ് എന്നാണ് സിനിമാക്കാർക്കിടയിൽ അറിയപ്പെടുന്നതെന്ന്. അതായത് ഇവരുടെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറി മാഫികൾ, കോറി നടത്തുന്നവർ, അതൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമാക്കാരുമായിട്ട് ബന്ധമുള്ളവർ, ഇങ്ങനെയുള്ള പല തരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു സുവർണ അവസരമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും പേടിയില്ല, ഒരു കേസുകളോ കാര്യങ്ങളോ വരില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ മറ്റവൻ എത്ര പെണ്ണുങ്ങളിലൂടെ പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ 5ാമത്തെ കേസ് എപ്പോഴാണ് വരിക, 6ാമത്തെ പെണ്ണ് ഇപ്പോൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ, അവരുടെ അമ്മയാണെങ്കിൽ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുമ്പോൾ ഇവിടെയുള്ള ക്രിമിനലുകളെല്ലാം ഇവിടെ ഇങ്ങനെ തലപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് സാധാരണ ജനങ്ങളെയാണ് കൃത്യമായിട്ട് ബാധിച്ചിരിക്കുന്നത്. ഇതിപ്പോഴും പറഞ്ഞാൽ ഈ ഭ്രൂണ കേസുകൾ ഇതെങ്ങനെയാണ് പോലീസ് അറിഞ്ഞത്, അതുപോലെ തന്നെ ഒറ്റാനുള്ള കാരണം എന്തായിരിക്കാം, പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ തന്നെയാണ്, അല്ലെങ്കിൽ വല്ലവൻ്റെ ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യങ്ങളൊന്നും പോലീസ് അറിയില്ല. അപ്പോൾ ഇത് ഒറ്റ തന്നെയാണ്. ഇതെന്താണ് ഒറ്റാനുള്ള കാരണം, ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ഒറ്റയവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചോദ്യം ചെയ്യേണ്ടി വരും. ആ ഒറ്റയവനൊക്കെ പല കാര്യങ്ങളും അറിയാൻ കഴിയും. നമ്മളിപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ഒരു 2 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു, അവരിതാ ജീവനൊടുക്കി കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞു, അത് മാത്രമേ ഉള്ളൂ. എന്താ പ്രശ്നം? സാമ്പത്തിക പ്രശ്നം. അതിൻ്റെ പുറകിൽ ഭീഷണിയുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ, അതിൻ്റെ പുറകിൽ വേറെ കേസുകൾ എന്തെങ്കിലും ഉണ്ടോ, ഇല്ലെങ്കിൽ അവരെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ, നമ്മൾ അറിയുന്നില്ല. അതാണ് പറയുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ എന്താ അവരങ്ങ് മരിച്ചു, അത്ര തന്നെ. ഇപ്പം 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടില്ലേ, ഒരു 5 പേരങ്ങ് മരിച്ചു കഴിഞ്ഞു. അതിൻ്റെ പുറകിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഭ്രൂണ കേസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സൂക്ഷിക്കുക തന്നെ വേണം. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീം വലിയ കാര്യങ്ങൾ നടത്തുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാവുക. പണ്ടും ഇതുപോലെയുള്ള പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇതുവരെ, അതായത് എന്താ പറയുക, ഭഗത് സിംഗിൻ്റെ കേസ്, അതായത് അങ്ങനെയുള്ള ബലികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആഭിചാര ക്രിയകൾ വല്ലതുമാണോ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാവരും വിളന്നില്ലെന്ന് പറഞ്ഞാൽ കേരളമാണ്. കാരണം കേരളത്തിൽ വലിയ എന്താ പറയേണ്ടത് പിടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വിടുന്നു. ഒന്നാമത് ഈ ജയിലിൽ സ്ഥലമില്ല. ജയിൽ എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കറ, എന്തോരം ആൾക്കാരാണ് ഓരോ ദിവസവും കുറ്റവാളികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജയിലിലേടി ഇവരെത്തിച്ച് തീറ്റിപ്പോറ്റണ്ടേ? അതുമാത്രമല്ല ഇവർക്ക് കിടക്കാൻ സ്ഥലം നൽകണ്ടേ? ഇപ്പം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തെ എല്ലാ ജയിലുകളും എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. അത്രയും കുറ്റകൃത്യങ്ങൾ. ഞാൻ പറയുന്നത് എന്താ അറിയുക, കുറേ ആൾക്കാരെ ഒഴിവാക്കിക്കൂടെ? എന്തിനാ പഴയ കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവരണം? അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവ ആവശ്യമില്ലാതെ കുറേ എണ്ണത്തിന് ഇങ്ങനെ എന്താ പറയേണ്ടത്, എന്തോ ഒരു വൈകാരിക ബന്ധത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇപ്പം കാണുന്നില്ല. ആ വന്ദന കേസിലെ ആ പ്രതിനെല്ലാം കണ്ടു, ഓൻ്റെ സൗന്ദര്യം കണ്ടില്ലെങ്കിൽ എന്ത് സൗന്ദര്യത്തിലാണ് ആ ചങ്ങായി നടക്കുന്നത്. അവനൊക്കെ ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റിപ്പോറ്റണ്ടേ കുറേ നാൾ. ഇതാണ് ഞാൻ പറയുന്നത്. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഭയമില്ല പോവുക. ഇപ്പം എല്ലാവർക്കും ഇഷ്ടം പോലെയാണ്. എല്ലാവരും പറയുന്നത് അറിയാം, ശമ്പളം കിട്ടുന്നുണ്ട്, മറ്റേത് കിട്ടുന്നുണ്ട്, ഇതൊക്കെ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തി ജീവിക്കുന്നു, കുറേ ആൾക്കാർ ഗുണ്ടകളായി മാറുന്നു. പിന്നെ കുറേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകൾ വരുന്നു. ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മളെ രാവിലെ തന്നെ നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഞെട്ടി നമ്മൾ മടുത്തു. കാരണം എന്താ അറിയുക, 25 മുഴുവൻ ഞെട്ടലായിരുന്നു. ഇപ്പോൾ 26 കുറച്ച് കുറയുമെന്ന് വിചാരിച്ചിനി. പക്ഷേ ഇപ്പോഴിങ്ങനെ ഞെട്ടിച്ച് കൊണ്ടിരിക്കലാണ്. അതുകൊണ്ട് സാധാരണയായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ദിവസവും നിങ്ങൾ നോക്ക്, ഓരോ ദിവസവും ഇതുപോലെയുള്ള കേസുകളില്ലാതെയുണ്ടോ? എന്തിനധികം പറയുന്നത്, ഒന്ന് വെളിയിലോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ കയറി പിടിക്കുന്നത്. ആലോചിച്ച് നോക്കറാ നിങ്ങൾ. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് മറ്റേ പണി കാണിക്കുന്നത്. എന്തൊക്കെയാണ് കാണിക്കുന്നത്? പിന്നെന്ന് പറഞ്ഞാൽ കുറേ സ്ത്രീകളായി കഴിഞ്ഞാലും സ്ത്രീകളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവരുണ്ട്. പലരും ഇതിനൊക്കെ ഏതൊരു സിനിമക്ക് പോയതാ, സിനിമേൻ്റെ റിവ്യൂ ചോദിക്കുമ്പോൾ സാരി ഇങ്ങനെ വലിച്ചു കാക്കുകയെന്ന്. അതായത് സാധാരണ നമ്മളെന്താ ചെയ്യാറ്, വലിച്ച് മുകളിലോട്ട് കയറ്റുമല്ലേ ചെയ്യുക. ഇത് സാരി ഇങ്ങനെ വലിച്ച് താഴോട്ട് കാത്തുകൊണ്ടിരിക്കുകയെന്ന്. പിന്നെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഉദ്ഘാടന മാമാങ്ക റാണിയാവുന്നു. പിന്നെന്താ പറയേണ്ടത്, അവൻ എവിടെയാണ് നോക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അത് മുടിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തിരികാൻ നോക്കുക. അതുവരെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡ്രസ്സ് ധരിച്ചൂടെ? കൃത്യമായിട്ട് ഡ്രസ്സ് ധരിച്ചിട്ട് ഇത് പോയാൽ പോരെ? എന്തിനായി പേടിക്കുന്നത്? നന്ദി, നമസ്കാരം. ഒന്ന് ഹൈപ്പ് ചെയ്ത ആളെല്ലാവരും കേട്ടാ, ഹൈപ്പ് ചെയ്യണമായിരുന്നു.